പഴമയുടെ ഓണം പുതുമയിൽ പുനരാവിഷ്കരിച്ച ഒരു സ്കൂൾ മാതൃകയായി. 101 വിഭവങ്ങളുമായിട്ടാണ് കാഞ്ചിയാർ ട്രൈബൽ സ്കൂളിൽ ഓണസദ്യ വിളമ്പിയത്. 101 വിഭവങ്ങൾ വിളമ്പി കുട്ടികൾക്ക് മറക്കാനാകാത്ത ഓണസമ്മാനമാണ് സ്കൂൾ ഹെഡ് മിസ്റ്റർസ് ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ നൽകി കുട്ടികളെ അമ്പരപ്പിച്ചത്. അപ്രതീക്ഷിതമായുണ്ടായ വഴിത്തിരിവുകൾക്കിടയിലും കുട്ടികളോട് പറഞ്ഞ വാക്ക് പാലിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സ്കൂൾ അധികൃതർ. കാഞ്ചിയാർ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ ഇത്തവണത്തെ ഓണാഘോഷം അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നത് അപ്രതീക്ഷിത വഴിത്തിരിവുകളായിരുന്നു. ആദ്യം 101 വിഭവങ്ങളുടെ മെഗാ ഓണസദ്യ ഏറ്റെടുത്ത കട്ടപ്പനയിലെ സംഘടന പിന്മാറി. പിന്നെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന MP-ക്ക് എത്താനായില്ല. എന്നാൽ ഓരോ പ്രതിസന്ധിയെയും അതിജീവിച്ച് ഒടുവിൽ കുട്ടികളുടെ മനസ്സിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ഓണാഘോഷമാണ് സ്കൂൾ കുടുംബം ഒരുക്കിയത്. കട്ടപ്പനയിലെ ഒരു സംഘടനയാണ് ആദ്യം സ്കൂളിലെ കുട്ടികൾക്കായി 101 വിഭവങ്ങളുടെ മെഗാ ഓണസദ്യ ഒരുക്കാമെന്ന് ഏറ്റിരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് സംഘടന പരിപാടിയിൽ നിന്ന് പിന്മാറുന്നത്. വലിയൊരു സദ്യ എങ്ങനെ നടത്തുമെന്ന ആശങ്ക സ്കൂൾ കുടുംബത്തിന് മുന്നിൽ ഉയർന്നു. എന്നാൽ കുട്ടികളുടെ മുഖത്തെ ഓണസന്തോഷം മങ്ങാൻ അധ്യാപകരും രക്ഷിതാക്കളും അനുവദിച്ചില്ല. കുട്ടികൾക്കായി ഏറ്റെടുത്ത ഒരു പരിപാടി പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ പ്രധാനാധ്യാപിക ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും കൈകോർത്തു. അങ്ങനെ 101 വിഭവങ്ങളുള്ള മെഗാ ഓണസദ്യയുടെ ഉത്തരവാദിത്തം സ്കൂൾ കുടുംബം തന്നെ ഏറ്റെടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കട്ടപ്പനയിലെ ഒരു സംഘടനക്കാരോട് ആവശ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര വിഷമമായി പോയി. അവർക്ക് ബുദ്ധിമുട്ട് ഞങ്ങളിത് പേരൻസുമായിട്ട് ചർച്ച ചെയ്തു. പേരൻസ് വളരെ ആവശ്യത്തോടെയാണ് ഏറ്റെടുത്തത്. നമുക്ക് 101 വിഭവങ്ങൾ തന്നെ കൊടുത്ത് നമുക്ക് ഈ പരിപാടി ഗംഭീരമാക്കണമെന്ന് പേരൻസ് പറഞ്ഞു. ഇങ്ങനെ പേരൻസിൻ്റെയും നമ്മുടെ അധ്യാപകരുടെയും ഒക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഇത്രയും നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ സാധിച്ചത്. നാടൻ വിഭവങ്ങളും പരമ്പരാഗത ഓണസദ്യ വിഭവങ്ങളും വിവിധതരം പായസങ്ങളും ഉൾപ്പെടുത്തി ഒടുവിൽ 101 വിഭവങ്ങളുമായി മെഗാ ഓണസദ്യ യാഥാർത്ഥ്യമായി. രണ്ടാമത്തെ വഴിത്തിരിവ് ഉദ്ഘാടകന് എത്താനായില്ല എന്നതാണ്. ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എത്തുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇടുക്കിയിൽ മന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതിനാൽ MP-ക്ക് സ്കൂളിലെത്താൻ സാധിച്ചില്ല. ഉദ്ഘാടന സമയത്തോട് അടുക്കുമ്പോഴാണ് ഈ വിവരം ലഭിച്ചത്. എന്നാൽ സ്കൂളിന്റെ ഓണാഘോഷത്തിൽ ആ വഴിത്തിരിവും സന്തോഷമായി മാറി. ഉദ്ഘാടനം ചെയ്തത് കുട്ടികളുടെ സ്വന്തം സ്കൂൾ മാതാവ്. MP-യുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് കുട്ടികൾക്ക് ദിവസവും രാവിലെയും ഉച്ചയ്ക്കും സ്നേഹത്തോടെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്കൂൾ മാതാവ് അമ്മിണി ജോസഫ് ആയിരുന്നു. അവർ ഉദ്ഘാടന വേദിയിലെ മുഖ്യാതിഥിയായി മാറി. കുട്ടികളുടെ കലാഘോഷങ്ങൾക്കിടയിൽ സ്കൂൾ അമ്മ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വഴിത്തിരിവുകൾക്കിടയിൽ വാഴയിലയിൽ ചോറ്, സാമ്പാർ, അവിയൽ തുടങ്ങി 101 വിഭവങ്ങളുമായി മെഗാ ഓണസദ്യ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതിഥികൾക്കുമായി വിളമ്പി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ്, വൈസ് പ്രസിഡന്റ് അനീഷ്, ചന്ദ്രൻ നാഗൻ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. പൂക്കളും ഓണപ്പാട്ടും കലാപരിപാടികളും ഓണക്കളികളും നിറഞ്ഞ ആഘോഷത്തിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.